ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ പോർക്ക് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനാവശ്യമായത് 1 കിലോ പോർക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ച് അതിൻ്റെ നെയ്യ് ഊറ്റിക്കളഞ്ഞ് വെച്ചതാണ്. ഫ്രണ്ട്സ്, കുക്കറിലിട്ട് വേവിക്കരുത്, സാധാ പാത്രത്തിലിട്ട് വേവിക്കാൻ പാടുള്ളൂ. ഇത് പോർക്കിൻ്റെ നെയ്യ് ഊറ്റിക്കളഞ്ഞ് വെച്ചതാണ്. 1 ടീസ്പൂൺ ഗരം മസാല, 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി, കോക്കനട്ട് ഓയിൽ, മല്ലിച്ചെപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് കീറിയത്, ആവശ്യത്തിന് കറിവേപ്പില, 2 സവാള അരിഞ്ഞത്. ചൂടായ ഒരു ഉരുളിയിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് സവാളയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അത് നല്ലോണം വാടി വരുമ്പോൾ മാറ്റി വെച്ച പോർക്കിൻ്റെ നെയ്യ് അല്പം ഒഴിച്ച് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടുക. ഫ്രണ്ട്സ്, ഞാനിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനതിൻ്റെ ക്ലിപ്പ് ആഡ് ചെയ്യാൻ മറന്നുപോയി. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പൊടികൾ നന്നായി മൂത്ത് വരുമ്പോൾ വേവിച്ച പോർക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം മസാലയിലേക്ക് ഇളക്കി ചേർക്കാം. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മല്ലിയിലയോ കറിവേപ്പിലയോ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ അങ്കമാലി സ്റ്റൈൽ പോർക്ക് ഫ്രൈ ഇവിടെ റെഡി. ഫ്രണ്ട്സ്, ഇതെൻ്റെ റെസിപ്പി അല്ല കേട്ടോ, ഹസ്ബൻഡിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.